കൊല്ലത്തേക്ക് പോകാം. അവിടെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒച്ചിഴയും വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നിർമ്മാണം പൂർത്തിയായ പലയിടങ്ങളിലും ഉണ്ടാകുന്ന വിള്ളലുകൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പലതവണ പ്രതിഷേധിച്ചിട്ടും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ഇതുവരെ പൂർണ്ണമായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, മഴക്കാലത്തെ മുൻകൂട്ടി കണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കണം, പണി വേഗത്തിൽ തീർക്കണം എന്നുള്ളതൊക്കെ ദേശീയപാത അതോറിറ്റിയോട് പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. അവർക്കറിയാത്ത കാര്യവുമല്ല. പക്ഷേ ഒച്ചി ഇതിനേക്കാൾ സ്പീഡിൽ ഇഴയും. അതുപോലെയാണ് പ്രവർത്തനം നടക്കുന്നത്. അതായത് റോഷ്നി, ദേശീയപാതയുടെ പണി കൊല്ലത്ത് ആരംഭിച്ചിട്ട് വർഷങ്ങളായി. അതിൻ്റെ പ്രവർത്തന പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട സമയം ഇതിനോടകം തന്നെ ഒരു തവണ നീട്ടി നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും പണി എവിടെയും എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഈ കൊട്ടിയം പറക്കുളം മേഖലയിലാണ്. ഇവിടെ ഒരു ഉയരപ്പാത നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ മൈലക്കാട് അപകടത്തിന് മുമ്പ് ആദ്യം വിള്ളലുണ്ടായ പ്രദേശം ഈ സ്ഥലത്താണ്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണ് വിള്ളൽ ആദ്യം ഈ ഉയരപ്പാതയിലാണ് കണ്ടത്. പിന്നീട് ആ വിള്ളൽ ദേശീയപാത അതോറിറ്റി അടയ്ക്കുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിലാണ് മൈലക്കാട് അവിടെ ഉയരപ്പാത തകർന്നു വീഴുന്ന സംഭവം ഉണ്ടായത്. കൊല്ലത്ത് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലയിടങ്ങളിലും 2 മാസം കൂടുമ്പോൾ ഓരോ വിള്ളലുകൾ ഉണ്ടാവുകയും ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് റിപ്പോർട്ട് തേടുകയും പിന്നീട് ആ വിള്ളലുകൾ അടയ്ക്കുകയും ചെയ്യുകയാണ് പതിവ്. നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ ഇങ്ങോട്ട് കാണിച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇതിനടിയിൽ ഒരു തോടുണ്ട്. ഈ തോട് പോകുന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട ഉയരപ്പാതയുടെ അടിയിലൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ തോടിലൊക്കെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചാൽ ഈ ഉയരപ്പാത മൈലക്കാടിന് സമാനമായ രീതിയിൽ അടിയിലേക്ക് ഇരുത്തും. അത്തരത്തിൽ നിർമ്മാണം ഉൾപ്പെടെ അശാസ്ത്രീയം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ അവർക്ക് ആശങ്ക ഒരുപാടുണ്ട്. ഓരോ വിള്ളലുകൾ വരുമ്പോഴും ഓരോ രാത്രിയും അവർ വലിയ സങ്കടത്തിലും വിഷമത്തിലുമാണ് മുമ്പോട്ട് പോകുന്നത്. അത്തരം പ്രതിഷേധങ്ങൾ നയിക്കുന്ന ആളുകളോട് നമ്മളെ സംബന്ധിച്ച് ഈ ദേശീയപാത നിർമ്മാണം തുടങ്ങിയ അന്ന് മുതൽ ആശങ്കയാണ്. ഓരോ വിള്ളൽ വരുമ്പോഴും ഇവർ അത് മണ്ണ് സിമെൻ്റ് ഇട്ട് അടയ്ക്കും, പിന്നെ അടുത്ത വിള്ളൽ വരും. അങ്ങനെ ആശങ്കകൾ ഒരുപാടാണ്. ഇവർ ഉപരി മേൽ മാത്രമാണ് റിപ്പയർ ചെയ്തു പോകുന്നത്. താഴെത്തട്ടിൽ എന്തുകൊണ്ട് ഈ വിള്ളൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് പഠിക്കുന്നില്ല. നാട്ടുകാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പോലും ഈ ടെക്നോളജി അറിയാവുന്ന അവർ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഇതിനടിയിലൂടെ ഈ ദേശീയപാതയെ കുറുകെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. ഈ തോട് കടന്നു പോകുന്നത് മാത്രമല്ല, ഈ തോട് തുടങ്ങുന്ന ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്കാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മേലൊഴുക്ക് മാത്രമല്ല അടിയൊഴുക്കും ഉണ്ടാവും. ഇപ്പോൾ ഈ ചേർത്തല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കാൻ കാരണം ഈ മണ്ണിനടിയിലൂടെ അടിയൊഴുക്കുണ്ടാകുന്നതാണ്. ഇവിടെ അതിന് സമാനമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് പക്ഷേ ഇവർ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കുന്നില്ല. ഇവിടെയും ഭാവിയിൽ കുറേശ്ശെ ഇരുത്തും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ തോത് കൂടുതൽ വരുന്നതനുസരിച്ച് ഒരു മഴക്കാലത്തിലോ അടുത്ത മഴക്കാലത്തിലോ ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ജീവൻ അപകടത്തിലാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പരാതി നൽകിയിട്ടൊന്നും ഒരു ഫലമില്ല. പരാതി നൽകിയിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ 90% പണി പൂർത്തിയായ ഒരു ഘട്ടത്തിലാണ് മൈലക്കാട് സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഈ 90% പണി പൂർത്തിയായി എന്നൊരു കാരണം പറഞ്ഞാണ് പിന്നീട് അത് അധികാരികൾ പറയുന്നതെന്ന് പറഞ്ഞ് പൊളിഞ്ഞ് വീഴട്ടെ അതിനുശേഷം പണിയാന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ അത് എന്താ പറയുക, മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ്. പൊളിഞ്ഞു വീണിട്ട് പണിയുക, അല്ലെങ്കിൽ ആളുകൾ മരിച്ചതിന് ശേഷം പണിയുക. അപ്പോൾ ഇന്നലെ തന്നെ ചേർത്തലയിൽ ആ ഗർത്തം രൂപപ്പെടുന്ന സമയത്ത് ഒരു വാഹനം ഓടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും? വളരെ ആളുകൾ ഇതാണ് പറയുന്നത്. അവർ അധികാരികളെടുത്ത് പറയുമ്പോൾ പൊളിഞ്ഞു വീണിട്ട് പണിയാം എന്നൊക്കെയുള്ള മറുപടിയൊക്കെ അത് വലിയ വേദനയാണ്. എന്തായാലും കൊല്ലത്ത് ദേശീയപാത നിർമ്മാണം വളരെ വേഗത കുറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ നിർമ്മാണം പൂർത്തിയായ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ അപകടം, വിള്ളലുകൾ, പ്രശ്നങ്ങൾ അതുണ്ട്. നമ്മൾ നിരന്തരം അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓരോ തവണ റിപ്പോർട്ട് വരുമ്പോഴും കളക്ടർ ഇടപെടും, ആ വിള്ളൽ അടയ്ക്കും, പിന്നീട് അടുത്ത സ്ഥലത്ത് വിള്ളലുണ്ടാവും. ജനങ്ങൾ ഇതേപോലെ ആശങ്കയിൽ അവരുടെ ദയനീയ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വിള്ളൽ ഉണ്ടാകട്ടെ എന്നിട്ട് പരിഹരിക്കാമെന്നാണ് അവർ പരാതിയുമായി പോകുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്ത് നാടാണ്, സംവിധാനമാണ്? ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മറുപടിയല്ല. ജയശങ്കറാണ് അവിടെ നിന്നും ആളുകളുടെ പ്രതികരണം അടക്കം നൽകിയത്. ഇതാണ് ഓരോ ഇടങ്ങളിലെയും അവസ്ഥ.